ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമുണ്ട് നമ്മളിത് ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നബിദിന സ്പെഷ്യലാണ്. നബിദിന സ്പെഷ്യൽ വ്ളോഗാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ തന്നെ സനാനിൻ്റെ മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഒരു 7 മണിക്കാണ് മദ്രസയിൽ ഘോഷയാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ദിവസമാണെങ്കിൽ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ആ ടൈം ഘോഷയാത്ര പോകുന്ന ആ ടൈം ആയപ്പോഴത്തേക്കും മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സനാനിൻ്റെ മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ നമ്മുടെ ചാച്ചാടെ ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, അവിടെ നിന്ന് തന്നെ നമുക്കിത് ഈ പിള്ളേർ ഘോഷയാത്രയ്ക്ക് വരുന്നത് കാണാം. ഞാൻ പണ്ട് മുതലേ അവിടെ പോകാറുള്ളതാണ് കേട്ടോ. ഞാൻ മദ്രസയിൽ പോകുമ്പോൾ ഘോഷയാത്ര ഓൾറെഡി അതിൽ നമ്മൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മദ്രസയിൽ നിർത്തിയതിന് ശേഷം പിന്നെ എല്ലാ തവണയും നമ്മളിത് ഇവിടെ പോയി നിന്നിട്ട് ഘോഷയാത്ര കാണാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തവണയും നമ്മളിത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ചാച്ച കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഇതേ പിള്ളേരൊക്കെ ഇതേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവർ വരുന്നത് കാണാനായിട്ട്. പിന്നെ ഇതേ പിള്ളേർ ദഫ്മുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായി കാണാനായിട്ട്. അവരാണെങ്കിൽ നല്ല ഡ്രസ് കോഡും വൈറ്റും ബ്ലാക്കും ഒക്കെ ആയിട്ടുള്ള ഡ്രസ് കോഡൊക്കെ ആയിരുന്നു. അതിനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് അവരെല്ലാവരും കൂടിയും പോയിട്ടുണ്ടായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നടക്കും. അങ്ങനെയാണ് അവർ ഒരു കംപ്ലീറ്റ് റൗണ്ട് നടന്നിട്ട് അവർ തിരിച്ച് മദ്രസയിലേക്ക് പോകും. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ ഇതേ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും സനായ ഹസായി ഇതേ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ അവർ നിർത്തിക്കൊണ്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും, അത് പിന്നെ എന്ത് പരിപാടിയായാലും മസ്റ്റാണല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ നമുക്ക് ഇത് കിട്ടിയ ഐറ്റംസ് ഒക്കെ ആയിട്ടോ ഇത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതേ ഉച്ചയ്ക്ക് ഒരു 10-12 മണി ആയപ്പോഴത്തേക്കും നമുക്ക് നെയ്ച്ചോറും കിട്ടിയിട്ടുണ്ടായിരുന്നു. പള്ളി നെയ്ച്ചോറും ബീഫ് കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോകുന്നത് സനാടെ മദ്രസയിലേക്കാണ് കേട്ടോ. മദ്രസയിൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു, നാളകം കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ തവണയും നമ്മൾ പോകുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടാവും, ബാക്ക് സീറ്റ് ആയിരിക്കും കിട്ടുന്നത്, ഒന്നും കേൾക്കാനും കാണാനൊന്നും ഒരാൾക്ക് പറ്റാറില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും നേരത്തെ പോകണമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഇവരുടെ പ്രോഗ്രാം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹെസായ ആണെങ്കിൽ പിള്ളേരുടെ ഒപ്പം കൂടിയിട്ടുണ്ട്, സനാടെ ഫ്രണ്ട്സാണ് ഇത്. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ ഹെസായും ഫ്രണ്ടിൽ പോയി തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം ഇവരുടെ പ്രോഗ്രാം ആയിരുന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമെന്നതാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകങ്ങൾക്കാകെ കാരുണ്യമായിട്ടല്ലാതെ നിങ്ങളെ നാം അയച്ചിട്ടില്ല. ഈ ഒരാൾക്ക് മാത്രം മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്നത് മനസ്സിലാക്കാൻ. ഒരു ജനതയ്ക്ക് മാത്രമല്ല, ലോകം മുഴുവൻ സ്നേഹവും കരുണയും സമാധാനവും പഠിപ്പിക്കാനാണ് അല്ലാഹു തആല നമ്മുടെ പ്രിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശത്രുക്കൾ പോലും അദ്ദേഹത്തെ അൽ അമീൻ എന്നാണ് വിളിച്ചിരുന്നത്. പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്കിത് കുറിക്കാനായിട്ട് ഇതേ ഫ്രൂട്ടിയും അതേപോലെ തന്നെ ചായയും സമൂസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടീസിൻ്റെ പ്രോഗ്രാം 6 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരു 7 മണി 7:15 ആയപ്പോഴാണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പൊതുസമ്മേളനം, പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ആ ടൈമിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7:15 ആയപ്പോഴാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്.
ജൂനിയർ മലയാള പ്രസംഗം ഫസ്റ്റ് പ്രൈസ് ഫാത്തിമ സഹന ഫസ്റ്റ് പ്രൈസ്. മലയാള പ്രസംഗം ഫസ്റ്റ് പ്രൈസ് ഫാത്തിമ സഹന. സെക്കൻഡ് പ്രൈസ് നൂറ ഫാത്തിമ. സെക്കൻഡ് പ്രൈസ് നൂറ ഫാത്തിമ. ജൂനിയർ സിംഗിൾ അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാ തവണ ഞാൻ ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രൈസ് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്തവണ 4 പ്രൈസ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹോം ടൂർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ ട്രോഫിയൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്പേസ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവിടെ ഇനി എല്ലാം കൊണ്ട് ഭദ്രമായി കൈയോടെ വെക്കാനുണ്ട്. അങ്ങനെ പിന്നെ പ്രൈസൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസും ഇങ്ങനെ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ഈ ഒരു നബിദിനത്തിൻ്റെ ഒരു കുട്ടി വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇന്നത്തെയും പോലെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെയും ബൈ.